എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ഹെയർ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജൂൺ 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Feathers, Page of Crystals, Hermit, Shadow, Queen of Acorns, Seven of Feathers energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 10 of Feathers and Queen of Acorns energy connections ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. ആദ്യം തന്നെ സ്നേക്ക് എനർജിയാണ് 10 of Feathers. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിന്യൂവൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു തുടക്കം ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ്. മിനിമൽ എഫേർട്ട്, അതായത് നമ്മൾ ജീവിതം തന്നെ മാറ്റിമറിക്കാനായിട്ട് നമുക്ക് മിനിമൽ എഫേർട്ട്, വളരെ നിസ്സാരമായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് എടുത്താൽ പോലും ജീവിതം വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസൊക്കെ, അതായത് ഒരു പാമ്പ് പടം പൊഴിക്കുന്ന പോലെ നെഗറ്റിവിറ്റീസ് പൊഴിച്ച് കളഞ്ഞിട്ട് സെൽഫ് എംപവർമെൻറ്റിലേക്ക് വരിക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ ഒരു എനർജി മാറ്റം അല്ലെങ്കിൽ ഈ ഒരു ഊർജ്ജം നിങ്ങളുടെ ലോവർ വൈബ്രേഷന് ഒരു ഹയർ, അതായത് ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി വളരെ നല്ല പോസിറ്റീവ് ഊർജ്ജത്തിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ജീവിതത്തിൽ നിങ്ങൾ വലിയ കാര്യങ്ങൾ നേടാനും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റി, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്. ഓരോ കാര്യത്തെ നിങ്ങളെങ്ങനെ നോക്കി കാണുന്നു എന്നതിനനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ ഈ ഒരു മാറ്റത്തെ ചില സമയങ്ങളിൽ മാറ്റം പലരെയും അരോചകപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാം നിങ്ങൾ റെഡിയായി സെറ്റാക്കി വെച്ചിരിക്കുകയായിരിക്കും. അപ്പം ഒരു മാറ്റം വരുമ്പോൾ അത് വീണ്ടും ആദ്യം മുതൽ പല കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങൾ, ആ ഒരു മാറ്റം ജീവിതത്തിൽ ആ ഒരു സമയം കുറച്ച് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കാം. പക്ഷേ അതൊരു മാറ്റം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടി എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. അതേപോലെ ക്യൂൻ ഓഫ് ഏക്കോൺസ് ഡിയർ എനർജിയാണ്. ഇത് വളരെയധികം ജീവിതം എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ജീവിതത്തിൽ വരുന്നൊരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് പല കാര്യങ്ങളും പുതിയതായിട്ട് ചെയ്യാൻ പറ്റിയ സമയം. അതായത് നിങ്ങളിപ്പോൾ പുതിയ വീട് വാങ്ങിക്കുന്ന, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വീട് പണിയുന്നുണ്ടാവുമായിരിക്കും. നിങ്ങൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാകാം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കും, ഇപ്പോൾ നേരത്തെ ഓൾറെഡി പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കും. പല മാറ്റങ്ങളും വന്നേക്കാം. ആ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരുന്നു. പക്ഷേ ഇത് മാറണോ, മാറ്റങ്ങൾ വരുത്തണോ, അത് വേണോ, ഇതിപ്പോൾ ഇങ്ങനെ ആയില്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളൊരു ചിന്തയിൽ പോകാതിരിക്കുക. സാമ്പത്തികമായിട്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. വലിയ രീതിയിൽ നഷ്ടങ്ങളോ ഇതൊന്നും വരുന്നുണ്ടാവില്ല, എന്നാലും ചെറിയ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ഇതൊരു വീടാണ്, നിങ്ങൾക്ക് താമസിക്കാനാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം അത് ഉണ്ടാവാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാതിരിക്കുക. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പലരും പല ജീവിതത്തിൽ നിന്ന് പോകുന്നതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് തുടങ്ങി കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് തന്നെ പോട്ടെ എന്ന് മനസ്സും അടുത്ത് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനോ അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിരിക്കാനോ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി സ്ട്രോങ് ആണ്. അപ്പോൾ വീട് ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കുക, കളറ്, അതായത് പെയിൻറ്റിങ്, വീടിൻ്റെ കളറ് മാറ്റുക, ചിലപ്പോൾ വാൾപേപ്പർ മാറ്റുക, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യുന്ന, വലിയ ചിലവ് വരാതെ വീടിൻ്റെ മൊത്തം മാറ്റം വരുന്ന, എന്നാൽ വലിയ രീതിയിൽ ചിലവ് വരാത്ത രീതിയിൽ ചില കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഗാർഡനിങ് ആവാം, ചിലപ്പോൾ മുറ്റം ഒന്ന് റെഡിയാക്കുന്ന, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ടാവാം. അതേപോലെ പേജ് ഓഫ് ക്രിസ്റ്റൽസ് ആൻഡ് ഷാഡോ എനർജിയാണ്.
അപ്പോൾ ഈ ഒരു സമയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കുറച്ചധികം നാളായിട്ട് അലട്ടുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഇന്നൊരു കോഴ്സിന് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ഉറപ്പിച്ചതായിരിക്കും ഇത് ഈ ഒരു കോഴ്സാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു ചാഞ്ചല്യം അതങ്ങനെയല്ല. ചിലപ്പോൾ ആ ഒരു തീരുമാനം ഓൾറെഡി, നമ്മൾ തീരുമാനങ്ങളെന്ന് പറയുന്നത് മാറ്റുമ്പോൾ തീരുമാനങ്ങളിൽ ഉറച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് ചില സാഹചര്യങ്ങൾ നമുക്ക് തോന്നലുണ്ടാകും. പക്ഷെ അതങ്ങനെയല്ല. നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾക്ക് കൂടുതൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നല്ലതല്ലായിരുന്നു എന്ന്, ഒരു പക്ഷേ നിങ്ങൾ ആദ്യം തീരുമാനമെടുത്ത് തെറ്റായതായിരിക്കാം. അപ്പോൾ അത് തിരുത്തേണ്ടത് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം. മാത്രമല്ല ആ ഒരു തീരുമാനം ഒരു പക്ഷേ ആരുടെയെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ എടുത്തതാവാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ന്യൂനതകൾ, ലിമിറ്റേഷൻസ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ലിമിറ്റേഷൻസ് മനസ്സിലാകുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ അതൊരു ഇനിയെങ്കിലും അത് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ വിദ്യാർത്ഥികളുടെ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നോളേജ് അതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആലോചിച്ചിട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. വിദ്യാഭ്യാസ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്കോളർഷിപ്പ് കാര്യങ്ങൾ, മത്സര പരീക്ഷകൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ ചാൻസസ് വരുന്നുണ്ട്. ഓൾറെഡി പരീക്ഷകൾ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളവർ നല്ല റിസൾട്ടാണ് കാണിക്കുന്നത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ നല്ല ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ്. പുതിയ പല കാര്യങ്ങളും നേടുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഷാഡോ എനർജിയാണ്, ജക്കോൾ എനർജിയാണ്. അത് വളരെ ക്ലെവറായിട്ടുള്ള എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഇവിടെ ചില ആളുകൾ ഹീലിംഗ് കാണിക്കുന്നുണ്ട്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഹീലിംഗിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു അസുഖങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായിട്ട് എപ്പോഴും പ്രശ്നങ്ങളാണ്, മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തോ ഇങ്ങനെ ഹീലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ ആ ഒരു രീതിയിലല്ല, മറിച്ച് നിങ്ങൾ മറ്റ് എന്താ പറയുക മാർഗങ്ങൾ, ഇപ്പോൾ റേക്കി ഹീലിംഗ് ആയിക്കോട്ടെ, മറ്റു തരത്തിൽ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ. ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചില ആളുകളുടെ നിങ്ങളുടെ പൂർവ്വജന്മം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ലൈഫ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് സിറ്റുവേഷൻസ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത് മനസ്സിലാക്കുകയും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ദേഷ്യം, വാശി, ആങ്കർ, ഫിയർ ഇതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് അതിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അനുഭവം, കർമ്മഫലം എന്ന ആളുകൾ പറഞ്ഞ അനുഭവങ്ങൾ കൂടെ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ. അപ്പോൾ ഉപബോധ മനസ്സിൽ അത് നിൽക്കുന്നിടത്തോളം നമ്മുടെ ലൈഫിലൊരു ശാന്തതയും സമാധാനം ഉണ്ടാവുന്നില്ല. അത് റിലീസ് ചെയ്യാൻ വേണ്ടുന്ന കർമ്മങ്ങളോ കാര്യങ്ങളോ ചെയ്യാം. അത് ക്ഷേത്രങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ പേജ് ഓഫ് ക്രിസ്റ്റൽസ് ആൻഡ് 7 ഓഫ് ഫെദേഴ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു റീബേർത്ത്, റീജനറേഷനാണ്. അപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിലുണ്ട്. അപ്പം ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ആത്മീയ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവിക കാര്യത്തിലേക്ക്, ആത്മീയതയിൽ അല്ലെങ്കിൽ ഒരു റിലീജിയസ് അല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്പിരിച്വൽ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ ചിലപ്പോൾ റിലീജിയസ് ആയി മാറാം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ പള്ളികളിലൊക്കെ പോകുന്നവരായിരിക്കും. പക്ഷെ വലിയ വലിയ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വഴിപാടുകളോ ഇതിലൊന്നും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർ അതിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഇതേപോലെ പാർട്ടി പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിലുള്ളവർ പാർട്ടി മാറുന്ന സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ, കരിയർ ചേഞ്ച് ഉണ്ടാകുന്ന സാഹചര്യങ്ങളും മറ്റും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ മാറ്റം ജീവിതത്തിൽ വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല മാറ്റങ്ങളും ലൈഫിൽ സാധ്യമാകുന്ന ഒരു സമയം കൂടിയിട്ടാണിത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിട്ടകന്ന് പോകുന്ന സിറ്റുവേഷൻ, അതായത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ വോക്കിംഗ് അവേ എനർജി എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കളെ പുറകിലേക്ക് മാറ്റി മുന്നോട്ടേക്ക് പോകുന്ന എനർജിയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ ടോക്സിക്, അബ്യൂസീവായിട്ടുള്ള അങ്ങനെയുള്ള മാതാപിതാക്കളുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാവാം. ഇത് ചില ആളുകൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ പാരൻസ് നല്ലൊരു പാരൻസ് ആണ് എങ്കിൽ അത് മനസ്സിലാവുന്നുണ്ടല്ലോ. കാരണം എന്തൊക്കെ സംഭവിച്ചാലും പാരൻസ് ആണെന്ന് ചിന്തിക്കുന്നവർ, ചില ആളുകളുടെ ലൈഫിൽ പാരൻസ് എത്രത്തോളം ദ്രോഹം, അത് ശത്രുക്കൾ ചെയ്യുന്നതിനേക്കാൾ ദ്രോഹം ചെയ്തിട്ടുള്ളവരുമാകാം.
അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലൈഫിൽ അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനവും സ്വസ്ഥതയും കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിലൊരു പശ്ചാത്താപം തോന്നേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നശിപ്പിക്കുന്ന അതിരിക്കുന്നതാണ്. പോസിറ്റിവിറ്റി ഹെർമിറ്റ് മോഡാണ്, കോണ്ടംപ്ലേഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ടുള്ള എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന, ആറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചില ആളുകൾ, പേര് പറയുന്നില്ല, അങ്ങനെയുള്ളവർ ഡയറക്റ്റ് കൺസൾട്ടേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, വേണ്ടാത്ത ബന്ധങ്ങൾ കൂടെ കൊണ്ട് നടക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.